നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയെ നോക്കുകുത്തിയാക്കി നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരേപോലെ ഭീഷണിയാകുന്നു. മൂവാറ്റുപുഴ നഗരത്തിലൂടെ അങ്ങിങ്ങായി നടക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് നിരത്തുകളുടെ വശങ്ങളിലായി തലയുയർത്തി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ആരാധനാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നഗരസഭയുടേതടക്കമുള്ള പരസ്യ ബോർഡുകളാണ് മൂവാറ്റുപുഴ നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നത്. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലും കച്ചേരിത്താഴം PO ജംഗ്ഷൻ, നഗരത്തിലെ തിരക്കേറിയ ഭാഗത്തെ വൈദ്യുത ട്രാഫിക് സിഗ്നൽ തൂണുകളിലും നടപ്പാതകളിലും പരസ്യ ബോർഡുകൾ ഇടം പിടിച്ചു കഴിഞ്ഞു. നിലം പതിക്കാറായിരിക്കുന്നവയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പരസ്യ ബോർഡുകൾ നഗരത്തിൽ വിവിധയിടങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നത്. ചെറുതും വലുതുമായ നൂറുകണക്കിന് ഫ്ലെക്സ് ബോർഡുകളാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടും അപകട ഭീഷണി ഉയർത്തിയും നിരത്തിൽ റോഡരികിൽ നിൽക്കുന്നത്. ഇതിൽ പലതും ദിശാ ബോർഡുകൾ മറച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നതും. ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ റോഡരികെ ചേർന്ന് സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഫ്ലെക്സ് ബോർഡുകൾ മറിഞ്ഞു വീഴുന്ന ദുരവസ്ഥയും നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരന്റെ ദേഹത്തേക്ക് ഫ്ലെക്സ് ബോർഡ് മറിഞ്ഞു വീണ് അപകടമുണ്ടായത് ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. അഭിവാദ്യമർപ്പിച്ചും പ്രചരണത്തിനായും സ്ഥാപിക്കുന്ന ബോർഡുകൾ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ നഗരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും അല്ലാത്ത പക്ഷം ആവശ്യമായ നടപടി സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് നഗരവാസികൾ പറയുന്നത്. മൂവാറ്റുപുഴ ടൗണിലൂടെ സൈഡിലൂടെ വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളെല്ലാം വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആണ് ഇത് പലപ്പോഴും കാറ്റത്ത് മറിഞ്ഞാടുന്നു. ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു സൈക്കിൾ യാത്രക്കാരൻ ഇതിൽ പോയപ്പോൾ അത് പുള്ളിയുടെ ഭാഗ്യം കൊണ്ടാണ് ആ പുള്ളിയുടെ ദേഹത്ത് വീഴാതെ മറിഞ്ഞാടി രക്ഷപ്പെട്ടത്. അപ്പോൾ പിന്നെ ഈ സിഗ്നലിൻ്റെ അവിടെയാണെങ്കിലും യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ കോടതി വിധിയുള്ളതാണ്. മറ്റുള്ളവർക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഫ്ലെക്സ് വെക്കരുതെന്ന്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മറ്റുള്ള സംഘടനകളാണെങ്കിലും ഈ ബോർഡുകൾ വെക്കുന്നത് അത് കെട്ടിയുറപ്പിക്കാതെയും ഇത് വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 275 വകുപ്പ് പ്രകാരം മുനിസിപ്പൽ പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യങ്ങൾ നീക്കം ചെയ്യാം. കൂടാതെ 1999 മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരവും പഞ്ചായത്ത് രാജ് ആക്ട് 209C വകുപ്പ് പ്രകാരവും നടപടിയെടുക്കാം. എന്നിട്ടും നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർ കണ്ണടയ്ക്കുകയാണ്. നിലം പതിക്കാറായിരിക്കുന്നവയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സുരക്ഷിതമല്ലാതെയാണ് പരസ്യ ബോർഡുകൾ നഗരത്തിലെ വിവിധയിടങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നത്. നഗരസഭയുടെയും അടക്കം പരസ്യങ്ങൾ നഗരത്തിൽ കാണാൻ സാധിക്കും. തദ്ദേശ ഭരണ സെക്രട്ടറിക്കാണ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ അധികാരം. എന്നാൽ നഗരത്തിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ ചെറുവിരൽ പോലും അനക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.